ഹായ് ഓൾ, എല്ലാവർക്കും അനന്ത ഐ.എ.എസിന്റെ സ്പോട്ട് ലൈറ്റിലോട്ടേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജോഗ്രഫിയിലെ 5 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ്. PYQയിലൂടെ അതിന്റെ അനാലിസിസ് ആണ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ ജെറ്റ് സ്ട്രീംസിനെ പറ്റിയിട്ടാണ്. ജെറ്റ് സ്ട്രീംസ് ഒക്യൂറിംഗ് നോർത്തേൺ ഹെമിസ്ഫിയർ ഓൺലി സം സൈക്ലോൺസ് ഡെവലപ്പ് ആയി. Third one, the temperature inside the eye of a cyclone is nearly 10 degrees Celsius lesser than that of the surroundings. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ജെറ്റ് സ്ട്രീംസ് റിഗാർഡിംഗ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആദ്യം നമുക്ക് ജെറ്റ് സ്ട്രീംസ് എന്താണെന്ന് നോക്കാം. ജെറ്റ് സ്ട്രീംസ് എന്ന് പറഞ്ഞാൽ ഹൈ ഓൾട്ടിറ്റ്യൂഡിലുള്ള ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള എയർ കറൻസിനെയാണ് ജെറ്റ് സ്ട്രീംസ് എന്ന് പറയുന്നത്. നമ്മൾ ഒരു പുഴ എങ്ങനെയാണ് ഒഴുകുന്നത്, അതുപോലെയുള്ള ഒരു എയർ കറണ്ട് ആണ്, അപ്പർ ട്രോപ്പോസ്ഫിയറിലുള്ള ഒരു എയർ കറണ്ട് ആണ് നമ്മുടെ ജെറ്റ് സ്ട്രീംസ് എന്ന് പറയുന്നത്. ആൻഡ് നമുക്ക് ഇതിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ജെറ്റ് സ്ട്രീംസ് ഒക്യൂറിംഗ് നോർത്തേൺ ഹെമിസ്ഫിയർ ഓൺലി. നോർത്തേൺ ഹെമിസ്ഫിയറിൽ മാത്രമേ ജെറ്റ് സ്ട്രീംസ് ഉണ്ടാവുകയുള്ളൂ. നമുക്കിത് ലോജിക്കലി എലിമിനേറ്റ് ചെയ്യാം. അതായത് ഓൺലി എന്ന് പറയുമ്പോൾ അത് ഒരു എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് സത്തേൺ ഹെമിസ്ഫിയറിൽ ജെറ്റ് സ്ട്രീംസ് ഉണ്ടാവുന്നേ ഇല്ല. ആൻഡ് കമ്മിങ് ടു ദ എക്സ്പ്ലനേഷൻ, അങ്ങനെ നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് എടുക്കാം. സോ ഫാക്ട് പറയുകയാണെങ്കിൽ ജെറ്റ് സ്ട്രീംസ് രണ്ട് ഹെമിസ്ഫിയറിലും ഉണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ജെറ്റ് സ്ട്രീംസ് ആണ് പോളാർ ജെറ്റ് സ്ട്രീംസും സബ് ട്രോപ്പിക്കൽ ജെറ്റ് സ്ട്രീംസും. ഈ പോളാർ ജെറ്റ് സ്ട്രീംസ് എന്ന് പറയുന്നത് നമ്മുടെ രണ്ട് ഹെമിസ്ഫിയറിലും 60 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിലാണ് പോളാർ ജെറ്റ് സ്ട്രീംസ് കാണുന്നത്. ആൻഡ് 30 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിലാണ് സബ് ട്രോപ്പിക്കൽ ജെറ്റ് സ്ട്രീം കാണുന്നത്. ആൻഡ് ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വെസ്റ്റ് നിന്ന് ഈസ്റ്റിലോട്ടേക്കാണ് നമ്മുടെ ഈ ജെറ്റ് സ്ട്രീംസിന്റെ സഞ്ചാരപാത, ജനറലൈസ്ഡ് ആയിട്ടുള്ള പാത്ത്. ഈസ്റ്റ് നിന്ന് വെസ്റ്റിലേക്കും ഉണ്ട് ജെറ്റ് സ്ട്രീം. അതിന് എക്സാമ്പിൾ ആണ് ട്രോപ്പിക്കൽ ഈസ്റ്റേർലി ജെറ്റ് സ്ട്രീം. പക്ഷേ മജോറിറ്റി ജെറ്റ് സ്ട്രീംസും ഫോളോ ചെയ്യുന്ന പാത്ത് എന്ന് പറയുന്നത് വെസ്റ്റ് ടു ഈസ്റ്റ് ആണ്. അതായത് എർത്തിന്റെ റൊട്ടേഷന് സിങ്ക്രണൈസ് ആയിട്ടാണ്. ആൻഡ് ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഓൺലി സം സൈക്ലോൺസ് ഡെവലപ്പ് ആയി. ചില സൈക്ലോൺസ് മാത്രമേ ഐ ഡെവലപ്പ് ചെയ്യുള്ളൂ. ചില സൈക്ലോൺസ് ഐ ഡെവലപ്പ് ചെയ്യില്ല. ഇതൊരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്. അങ്ങനെ നമുക്കിത് കറക്റ്റ് ആക്കി എടുക്കാം. ആൻഡ് അതിന്റെ എക്സ്പ്ലനേഷൻ എന്താന്ന് വെച്ചാൽ, ചില സൈക്ലോൺസ് ഐ ഫോം ചെയ്യില്ല. മെച്യൂർ ആയിട്ടുള്ള, അതായത് പെർഫെക്റ്റ്ലി ഒരു പ്രോപ്പർ സ്ട്രക്ചർ ഉള്ള സൈക്ലോൺസ് ആണ് ഐ ഫോം ചെയ്യുക. നമ്മൾ സൈക്ലോൺസ് ഫോം ചെയ്യാനുള്ള കണ്ടീഷൻ എന്തൊക്കെയാണ്? ലോ വെർട്ടിക്കൽ വിൻഡ് ഷിയർ ആൻഡ് വാം ടെമ്പറേച്ചർ, സീ സർഫേസ് ടെമ്പറേച്ചർ, ഇതൊക്കെയാണല്ലോ. പിന്നെ മോയ്സ്ചർ, അവൈലബിലിറ്റി ഓഫ് മോയ്സ്ചർ ആൻഡ് പ്രീ എക്സിസ്റ്റന്റ് ലോ പ്രഷർ, ഇതൊക്കെയാണല്ലോ നമ്മുടെ സൈക്ലോൺസ് ഫോം ചെയ്യാനുള്ള കണ്ടീഷൻസ്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് ഒരു വ്യത്യാസം വന്നാൽ മതി, അതായത് സൈക്ലോൺസിന്റെ സ്ട്രക്ചർ മാറാൻ. ഇത് മുഴുവൻ സാറ്റിസ്ഫൈ ചെയ്താലേ ഒരു ഐ പ്രോപ്പർ ആയിട്ട് ഫോം ചെയ്യുള്ളൂ. സോ അങ്ങനെ നമുക്ക് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാക്കി എടുക്കാം. ആൻഡ് ദ തേർഡ് സ്റ്റേറ്റ്മെന്റ്, the temperature inside the eye of a cyclone is nearly 10 degrees Celsius lesser than that of the surroundings. നമുക്കറിയാം ഈ സൈക്ലോണിന്റെ ഐയിലുള്ള ടെമ്പറേച്ചർ ഐ സ്ലൈറ്റ്ലി വാർമർ ദാൻ ദ സറൗണ്ടിങ് ഏരിയാസ് ഇൻ ദ സ്റ്റോൺ. അഡിയബാറ്റിക് വാർമിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. സോ അത് കാരണം എന്താ പറയാ,
അവിടുത്തെ ടെമ്പറേച്ചർ ഹൈ ആയിരിക്കും, സറൗണ്ടിങ്സിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി വാർമർ ആയിരിക്കും. ഈ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞത് എന്താ? 10 ഡിഗ്രി ലെസ്സർ ദാൻ ദാറ്റ് ഓഫ് ദ സറൗണ്ടിങ്സ്. അത് റോങ് ആണ്. സോ നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് സി ആണ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 2 ഓൺലി ആണ്. ഇത് നമുക്ക് ഈ ഫാക്ട് ഒന്നും അറിഞ്ഞില്ലെങ്കിലും ലോജിക്കൽ എലിമിനേഷനിലൂടെ നമുക്ക് സിയിലെത്താം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ആണ്. ഓൺലി എന്നുള്ള ആ ഒരു ഇത് മാത്രമേ അതിൽ കൊടുത്തിട്ടുള്ളൂ. ദെൻ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ഓൺലി ഉണ്ടെങ്കിലും സം സൈക്ലോൺസ്, ഇതൊരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ആൻഡ് ദ തേർഡ് വൺ, ഇത് റോങ് ആണ്. ഇത് നമ്മുടെ ബേസിക് അറിവാണ്. അതായത് ഐ ഓഫ് ദ സൈക്ലോൺ, അവിടെ കുറച്ചും കൂടി വാർമർ ആയിരിക്കും കണ്ടീഷൻസ്. സോ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ടേക്ക് മൂവ് ഓൺ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗ്ലോബൽ വിൻഡ് പാറ്റേൺസിനെ പറ്റിയിട്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the winds which blow between 30 degree north and 60 degree south latitude throughout the year are known as westerlies. The most air masses that cause winter rains in northwestern region of India are part of westerlies. നമുക്ക് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. വിൻഡ്സ് വിച്ച് ബ്ലോ ബിറ്റ്വീൻ 30 ഡിഗ്രി നോർത്ത് ആൻഡ് 60 ഡിഗ്രി സൗത്ത് ലാറ്റിറ്റ്യൂഡ് ത്രൂ ഔട്ട് ദ ഇയർ ആർ നോൺ ആസ് വെസ്റ്റർലീസ്. നമുക്ക് വെസ്റ്റർലീസിന്റെ ലിമിറ്റ് അറിയാം. വെസ്റ്റർലീസ് ഏതൊക്കെ ലാറ്റിറ്റ്യൂഡിലാണ് വീശുന്നത്? ബിറ്റ്വീൻ 30 ഡിഗ്രി നോർത്ത് ആൻഡ് 60 ഡിഗ്രി നോർത്ത്, ഓർ 30 ഡിഗ്രി സൗത്ത് ഓർ ആൻഡ് 60 ഡിഗ്രി സൗത്ത്. ഇവിടെ പക്ഷെ പറഞ്ഞിരിക്കുന്ന ഏതൊക്കെയാ? 30 ഡിഗ്രി നോർത്ത് ആൻഡ് 60 ഡിഗ്രി സൗത്ത് എന്നാണ്. സോ അത് കാരണം അത് തെറ്റാണ്. ആൻഡ് അടുത്തത്, the moist air masses that cause winter rains in the northwestern region of India are part of westerlies. നമ്മള് വെസ്റ്റേൺ ഡിസ്റ്റർബൻസിനെ ഒക്കെ പറ്റിയിട്ട് പഠിച്ചു കാണുമല്ലോ. ഈ വെസ്റ്റർലീസ് ഇന്ത്യയില് വിന്റർ ടൈമില് പഞ്ചാബ്, ഹരിയാന, ജമ്മു ആൻഡ് കശ്മീർ ആ ഏരിയാസിലൊക്കെ വിന്ററിൽ മഴ കിട്ടാറുണ്ട്. അത് അവിടുത്തെ ഖാരിഫ് ക്രോപ്പിന് വിളവിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. ആൻഡ് ഈ വിന്റർ ടൈമിൽ തന്നെയാണ് ശ്രീനഗറിലും മറ്റും നന്നായിട്ട് മഞ്ഞു വീഴ്ച ഉണ്ടാവാറുള്ളത്. ഇതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ വെസ്റ്റേർലീസ് ആണ്. ആൻഡ് ഈ വെസ്റ്റേർലീസ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ പറയുന്ന ഒരു ടേം ആണ് വെസ്റ്റേൺ ഡിസ്റ്റർബൻസ്. വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് കാരണമാണ് ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റേൺ സൈഡ്സിൽ നമുക്ക് മഴ കിട്ടുന്നതും കാശ്മീരിലും ഒക്കെ മഞ്ഞ് പെയ്യുന്നതും എന്നൊക്കെ. ഈ വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് എന്ന് പറയുന്നത് ഈ മെഡിറ്ററേനിയൻ ഭാഗത്ത് ഒറിജിൻ ചെയ്യുന്ന എക്സ്ട്രാ ട്രോപ്പിക്കൽ സൈക്ലോൺസ് അല്ലെങ്കിൽ എക്സ്ട്രാ ട്രോപ്പിക്കൽ സ്റ്റോംസ് ഉണ്ട്. അവ ഈ വെസ്റ്റേർലി ജെറ്റ് സ്ട്രീംസില് എംഡഡ് ആണ്. അത് കാരണം ഉണ്ടാകുന്ന ഒരു ഫിനോമിനൻ ആണ് വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് എന്ന് പറയുന്നത്. ആൻഡ് അതുകൂടി കാരണമാണ് നമുക്കിവിടെ മഴ കിട്ടുന്നത്. ഇതിലുള്ള ടേക്ക് എന്ന് പറഞ്ഞാല് വിന്റർ ടൈമില് നോർത്ത് വെസ്റ്റേൺ റീജിയൻസിൽ മഴ പെയ്യാനുള്ള കാരണം വെസ്റ്റേർലീസ് ആണ് ആൻഡ് വെസ്റ്റേൺ ഡിസ്റ്റർബൻസ്. ആ ഒരു കാര്യം മാത്രം നമ്മൾ പഠിച്ചാൽ മതി. സോ ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ അറ്റ്മോസ്ഫിയറിക് സർക്കുലേഷനെ പറ്റിയിട്ടാണ്. വിത്ത് റെഫറൻസ് ടു ദ എർത്ത്സ് അറ്റ്മോസ്ഫിയർ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഇസ് കറക്റ്റ്? The total amount of insolation received at the equator is roughly about 10 times of that received at the poles. ആദ്യത്തെ ചോയ്സ് നമുക്ക് നോക്കാം. ഇതില് നമ്മുടെ എർത്തിന്റെ അറ്റ്മോസ്ഫിയർ റിഗാർഡിങ് ഏത് സ്റ്റേറ്റ്മെന്റ് ആ കറക്റ്റ് എന്നാണ് നമുക്ക് നോക്കേണ്ടത്.
ഈ 10 ടൈംസ് UPSC എപ്പോഴും അധികവും നമ്പേഴ്സ് തെറ്റിച്ചാണ് തരാറ്. അങ്ങനെ ഒരു ഇത് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം, ഒരു ഇൻറ്റ്യൂഷൻ വേണമെങ്കിൽ ഇതിൽ യൂസ് ചെയ്യാം. പിന്നെ 10 ടൈംസ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് വലിയ ഡിഫറൻസ് ആണ്, അതായത് ചെറിയ ഡിഫറൻസ് അല്ല. പോൾസിനെ അപേക്ഷിച്ച് 10 ടൈംസ് ഹീറ്റ് കൂടുതലാണ് നമ്മുടെ ട്രോപ്പിക്കൽ റീജിയനിൽ നിന്നാണ് പറയുന്നത്, ഇക്വേറ്റർ റീജിയനിൽ നിന്നാണ് പറയുന്നത്. അത്രയും വലിയ ഡിഫറൻസ് എന്തായാലും ഉണ്ടാവില്ല. അതാണ് ലോജിക്കലി എലിമിനേറ്റ് ചെയ്യാനുള്ള ഒരു റീസൺ. ഇനി അതിന്റെ ഫാക്റ്റിലോട്ടേക്ക് വരുമ്പോ നമ്മുടെ പോളിൽ കിട്ടുന്ന ഇൻസൊലേഷൻ എന്ന് പറയുന്നത് എബൌട്ട് നമ്മുടെ ഇക്വേറ്ററിലുള്ള ഇൻസൊലേഷൻ എന്ന് പറയുന്നത് എബൌട്ട് 3 ടൈംസ് ദാറ്റ് ഓഫ് റിസീവ്ഡ് ബൈ പോൾസ് ആണ്. അതാണ് ഇതിലെ ഫാക്ച്വൽ പാർട്ട് എന്ന് പറയുന്നത്. ആൻഡ് ബി സ്റ്റേറ്റ്മെന്റ്, അതും ഒരു എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് ഇൻഫ്രാറേഡ്സ് കൺസ്റ്റിറ്റ്യൂട്ട് റഫ്ലി 2/3 ഓഫ് ഇൻസൊലേഷൻ. ഇൻസൊലേഷന്റെ 75% ഇൻഫ്രാറെഡ് ആണെന്നാണ്. നമുക്കറിയാം ഇൻസൊലേഷനിൽ എന്തൊക്കെയുണ്ട്. UV ഉണ്ട്, ഇൻഫ്രാറെഡ് ഉണ്ട്, അൾട്രാ വയലറ്റ് ഉണ്ട്, ഗാമ റേസ് ഉണ്ട്, ഒരുപാട് വേവ്സ് ഉണ്ട് നമ്മുടെ ഈ ഒരു സ്പെക്ട്രത്തിൽ, ഈ ഒരു സ്പെക്ട്രത്തിൽ. സോ ബി എന്ന് പറയുന്നത് തെറ്റാവാനാണ് മോസ്റ്റ്ലി ചാൻസ്. ഒരു എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ആണ് 2/3 ഓഫ് ഇൻസുലേഷൻ എന്ന് പറയുന്നത്. ഇനി അതിന്റെ ഫാക്ച്വൽ പാർട്ടിലോട്ടേക്ക് വരികയാണെങ്കിൽ ഏകദേശം ഒരു എബൌട്ട് ഒരു 40 to 50% ആണ് നമ്മുടെ ഇൻഫ്രാറെഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, 75% അല്ല. Then the C option, infrared waves are largely absorbed by water vapor that is concentrated in the lower atmosphere. അതവിടെ നിൽക്കട്ടെ, നമ്മുടെ ഡി ഓപ്ഷനിലോട്ടേക്ക് പോവാം. ഇൻഫ്രാറെഡ് വേവ്സ് ആർ പാർട്ട് ഓഫ് വിസിബിൾ സ്പെക്ട്രം ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഓഫ് സോളാർ റേഡിയേഷൻ. വിസിബിൾ സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ എന്താ? വിസിബിൾ സ്പെക്ട്രത്തിലെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് കാണാൻ പറ്റുന്ന റേഡിയേഷൻസിനെയാണ് വിസിബിൾ സ്പെക്ട്രം റേഡിയേഷൻസ് എന്ന് പറയുന്നത്. അതായത് വൈറ്റ് ലൈറ്റ് നമുക്ക് കാണാൻ പറ്റും പല കളേഴ്സിലായിട്ട്, വിബ്ജിയോ ആ രീതിയിൽ. ബട്ട് ഇൻഫ്രാറെഡ് നമുക്ക് അങ്ങനെ കാണാൻ പറ്റുമോ? ഇല്ലല്ലോ. സോ ഈ ഡി സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇൻഫ്രാറെഡ് വേവ്സ് ആർ നോട്ട് പാർട്ട് ഓഫ് വിസിബിൾ സ്പെക്ട്രം ഓഫ് EM വേവ്സ് ഓഫ് സോളാർ റേഡിയേഷൻ. ആൻഡ് ഇതിന്റെ ഈ വിസിബിൾ സ്പെക്ട്രത്തിന്റെ ആ ഒരു റേഞ്ച് എന്ന് പറഞ്ഞാൽ 400 to 700 നാനോമീറ്റർ ആണ്. വേറെ നമ്മുടെ ഇൻഫ്രാറെഡിന്റെ ആ ഒരു ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 700 നാനോമീറ്റർ ടു 1 millimeter ആണ്. ആൻഡ് സി, ഇത് മൂന്നെണ്ണം എലിമിനേറ്റ് ചെയ്താൽ നമുക്ക് ഏത് ഓപ്ഷനിലെത്താം? സിയിലെത്താം. സി എന്താ പറയുന്നത്? ഇൻഫ്രാറെഡ് വേവ്സ് ആർ ലാർജ്ലി അബ്സോർബ് ബൈ വാട്ടർ വേപ്പർ ദാറ്റ് ഇസ് കോൺസെൻട്രേറ്റഡ് ഇൻ ദ ലോവർ അറ്റ്മോസ്ഫിയർ. അത് ശരിയാണ്. വാട്ടർ വേപ്പർ എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. ഗ്രീൻ ഹൗസ് ഗ്യാസിന്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്? മീൻസ് ബിഹേവിയർ എന്താണ്? അതെന്ന് പറഞ്ഞാൽ ഇൻഫ്രാറെഡ് വേവ്സിനെ തടഞ്ഞു നിർത്തും. അങ്ങനെ നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. ബിക്കോസ് ഇൻഫ്രാറെഡ് വേവ്സിനെ അവിടെ ബ്ലോക്ക് ചെയ്ത് തടഞ്ഞു നിർത്തിയാൽ ഇൻഫ്രാറെഡ് വേവ്സ് എന്ത് ചെയ്യും? നമ്മുടെ ഹീറ്റിനെ അബ്സോർബ് ചെയ്യും. സോ വാട്ടർ വേപ്പർ എന്ന് പറഞ്ഞാൽ ഒരു സ്പോഞ്ച് പോലെയാണ് ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആക്ട് ചെയ്യുന്നത്. അതിൽ ഒരു ഗ്യാസ് ആണ് ഈ വാട്ടർ വേപ്പർ വിച്ച് അബ്സോർബ്സ് ദ ഇൻഫ്രാറെഡ് വേവ്സ്. സോ ഓപ്ഷൻ സി എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. ആൻഡ് നമ്മുടെ ഫോർത്ത് ക്വസ്റ്റ്യൻ സൈക്ലോണിനെ പറ്റിയിട്ടാണ്. In the South Atlantic and Southeastern Pacific regions in tropical latitude, cyclones does not originate. What is the reason? സോ ഈ ക്വസ്റ്റ്യനിലോട്ടേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മൾ അറിയണം സൈക്ലോൺ ഫോം ചെയ്യാനുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന്. സൈക്ലോൺസ് ഫോം ചെയ്യാനുള്ള കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്?
ഒന്ന് സീ സർഫേസ് ടെമ്പറേച്ചർ വേണം, കൊറിയോലിസ് ഫോഴ്സ് വേണം, അവിടെ ഒരു പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ലോ പ്രഷർ ഫീൽഡ് വേണം, പിന്നെ വേർട്ടിക്കൽ വിൻഷിയർ കുറയണം. അങ്ങനെ ഒരു സെറ്റ് ഓഫ് കണ്ടീഷൻസ് ഉണ്ട്. സോ ഈ കണ്ടീഷൻസ് വെച്ചിട്ട് നമുക്ക് പരിശോധിക്കാം. ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ അതിന്റെ മീനിങ് എന്താണ്? അവിടെ സൈക്ലോൺ ഫോം ചെയ്യാനുള്ള ചാൻസ് കുറവാണെന്നാണ്. സോ നമുക്ക് നോക്കാം. എ സീ സർഫേസ് ടെമ്പറേച്ചേഴ്സ് ആർ ലോ. അത് റോങ് ആണ്. നമ്മൾ പറയുന്നത് എന്താ? സീ സർഫേസ് ടെമ്പറേച്ചർ വേണം ഒരു സൈക്ലോൺ ഫോം ചെയ്താൽ. എന്നാലല്ലേ അവിടെ ഒരു ലോ പ്രഷർ ഏരിയ ഫോം ചെയ്യുള്ളൂ. സീ സർഫേസ് ടെമ്പറേച്ചർ ഹൈ ആയാലല്ലേ അവിടെ ഒരു ലോ ടെമ്പറേച്ചർ പ്രഷർ സോൺ ഫോം ചെയ്യുള്ളൂ, അതുപോലെ മോയ്സ്ചർ ഉണ്ടാവുള്ളൂ. അപ്പോ എ എന്ന് പറഞ്ഞാല് തെറ്റാണ്. ദെൻ നമുക്ക് സി നോക്കാം. സി എന്ന് പറഞ്ഞാൽ കൊറിയോലിസ് ഫോഴ്സസ് ടു വീക്ക്. അത് റോങ് ആണ്. അതായത് നമ്മുടെ ഈ സൗത്ത് ഈസ്റ്റേൺ പസഫിക് സോൺ, ട്രോപ്പിക്കൽ ലാറ്റിറ്റ്യൂഡ്സ്, അവിടെ കൊറിയോലിസ് ഫോഴ്സ് വീക്ക് അല്ല. നമ്മുടെ ഇക്വേറ്ററിനോട് അടുത്ത് വരുമ്പോഴാണ് കൊറിയോലിസ് ഫോഴ്സിന്റെ ആ ഒരു എഫക്റ്റ് കുറഞ്ഞു വരുന്നത്. സോ സി നമുക്ക് എലിമിനേറ്റ് ചെയ്യാം, അത് റോങ് ആണ്. ദെൻ ഡി, ആബ്സെൻസ് ഓഫ് ലാൻഡ് ഇൻ ദോസ് റീജിയൻസ്. ഈ നമ്മുടെ സൈക്ലോണിന്റെ ഫോർമേഷനും ലാൻഡും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല. ലാൻഡ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവിടെ സീഡ് അല്ലെങ്കിൽ ഒരു വാട്ടറിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ, പിന്നെ അതുകൂടാതെ നമ്മൾ നേരത്തെ പറഞ്ഞ സെറ്റ് ഓഫ് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അവിടെ സൈക്ലോൺ ഒറിജിനേറ്റ് ചെയ്യും. സോ ഡി എന്ന് പറഞ്ഞാൽ ഒരു ഫാക്ടർ അല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എ സി ഡി നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ദെൻ കമ്മിങ് ടു ബി, ഇന്റർട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ സെൽഡം ഒക്വേഴ്സ്. നമുക്ക് ഈ എ സി ഡി എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞാൽ കറക്റ്റ് ആൻസർ ആയിട്ടുള്ള ബിയിലെത്താം. ഈ ഇന്റർട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ എന്ന് പറഞ്ഞാൽ ഒരു ലോ പ്രഷർ സോൺ ആണ്. ഇക്വേറ്ററിന്റെ അടുത്തുള്ള ഒരു ലോ പ്രഷർ സോൺ ആണ്. ആൻഡ് ഇതെന്ന് പറഞ്ഞാല് ഈ ITCZ, ഈ സൗത്ത് അറ്റ്ലാന്റിക് ആൻഡ് സൗത്ത് ഈസ്റ്റേൺ പസഫിക് ആ ഒരു ഏരിയയിൽ ഇത് ജനറലി വീക്ക് ആണ്, അല്ലെങ്കിൽ ആബ്സെന്റ് ആണ്. ആൻഡ് ഇതിന്റെ ആബ്സെൻസ് കാരണം വേർട്ടിക്കൽ കൺവെക്ഷൻ അത് കുറയും. ഈ വേർട്ടിക്കൽ കൺവെക്ഷൻ എന്ന് പറയുന്നത് ട്രോപ്പിക്കൽ സൈക്ലോൺ ഫോം ചെയ്യാനുള്ള ഒരു എസെൻഷ്യൽ കണ്ടീഷൻ ആണ്. സോ ഇവിടെ ITCZ ആബ്സെന്റ് ആയത് കാരണമാണ്, ITCZ ഉള്ളത് കൊണ്ടാണ് എന്താണ് ഈ സൈക്ലോൺ ഒറിജിനേറ്റ് ചെയ്യാത്തത്, അതിന്റെ റീസൺ. സോ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബി ആണ്. ആൻഡ് നമ്മുടെ ഫൈനൽ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാല്, which one of the following statement is true regarding the westerlies? They are predominant in tropical regions. They blow from the poles towards the equator. C, they influence the climate of temperate zones. D, they have no effect on ocean currents. ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ്സ് ആണ് ശരിയെന്നാണ് നമുക്ക് നോക്കുന്നത്. റിഗാർഡിംഗ് ദ വെസ്റ്റർലീസ്. വെസ്റ്റർലീസ് എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് എവിടേക്ക് ഫ്ലോ ചെയ്യുന്ന വിൻസിനെയാണ് നമ്മൾ വെസ്റ്റർലീസ് എന്ന് പറയുന്നത്. സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്ന് സബ്പോളാർ ലോ പ്രഷർ ബെൽറ്റിലോട്ടേക്ക് വീശുന്ന കാറ്റിനെയാണ് നമ്മൾ എന്ത് പറയാ? വെസ്റ്റർലീസ് എന്ന് പറയുന്നത്. അപ്പോ നമ്മുടെ ഓപ്ഷൻ എ എന്താണ്? ദേ ആർ പ്രീഡോമിനന്റ് ഇൻ ട്രോപ്പിക്കൽ റീജൻസ്. അത് റോങ് അല്ലേ? ട്രോപ്പിക്കൽ റീജൻസിലുള്ളത് ഏതാണ്? ട്രേഡ് വിൻഡ്സ് ആണ്. ആൻഡ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. ദേ ബ്ലോ ഫ്രം ദ പോൾസ് ടുവേർഡ്സ് ദ ഇക്വേറ്റർ. അതും തെറ്റാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു അവര് എവിടെ നിന്നാണ് വീശുന്നത്? സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്ന് സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റിലോട്ടേക്കാണ് വീശുന്നത്.
ഈ എന്താ പറയാ, നമ്മുടെ പോൾസിൽ നിന്ന് ഇക്വേറ്ററിലോട്ടേക്ക് വീശുന്ന കാറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? പോൾസിൽ നിന്ന് ഇക്വേറ്ററിലോട്ടേക്ക് വീശുന്ന കാറ്റുകൾ വിളിക്കുന്ന പേരാണ് പോളാർ ഈസ്റ്റേർലീസ് എന്ന് പറയുന്നത്. അത് വെസ്റ്റേർലീസ് അല്ല. സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്നാണ് എന്ത് ഒറിജിൻ ചെയ്യുന്നത്? നമ്മുടെ വെസ്റ്റേർലീസ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ ബി എന്ന് പറയുന്നത് തെറ്റാണ്. ദെൻ നമ്മുടെ ഡി നമുക്ക് നോക്കാം. ദേ ഹാവ് നോ എഫക്ട് ഓൺ ഓഷ്യൻ കറൻസ്. അതൊരു എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് അല്ലേ? ഓഷ്യൻ കറൻസിന്റെ മുകളിൽ ഒരു ഇൻഫ്ലുവൻസും ഇല്ല എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു കാറ്റ് ഇപ്പൊ ഒരു റിവറിന്റെ മുകളിലൂടെയോ അല്ലെങ്കിൽ വെറും നമ്മുടെ കടലിന്റെ മുകളിലൂടെയോ ഒക്കെ വീശിയാൽ അത് ആ വെള്ളത്തിനെ കൊണ്ടുപോകുന്നത് നമ്മൾ കാണാറുള്ളതാണല്ലോ. അപ്പോൾ ഓഷ്യൻ കറൻസിന്റെ മുകളിൽ ഒരു ഇഫക്റ്റും ഇല്ല എന്ന് പറയുന്നത് ലോജിക്കലി ചിന്തിച്ചാൽ തെറ്റല്ലേ? അപ്പോ ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് തെറ്റാണ്. നീ അതിന്റെ എന്താ പറയാ, ഒരു ഫാക്ച്വൽ സൈഡ് എന്ന് പറഞ്ഞാല് ഈ നോർത്ത് അറ്റ്ലാന്റിക് ഡ്രിഫ്റ്റ് കറന്റ്, അതുപോലെ കുറേഷ്യോ കറന്റ്, ഇത് എന്നൊക്കെ പറയുന്നത് വെസ്റ്റേർലീസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കറൻസ് ആണ്. അതാണ് അതിന്റെ ഫാക്ച്വൽ പാർട്ട് എന്ന് പറയുന്നത്. ആൻഡ് ഓപ്ഷൻ സി, ദേ ഇൻഫ്ലുവൻസ് ദ ക്ലൈമറ്റ് ഓഫ് ടെമ്പറേറ്റ് സോൺ. അതൊരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് ടെമ്പറേറ്റ് സോണിന്റെ ക്ലൈമറ്റിനെ അത് എന്ത് ചെയ്യും? ഇൻഫ്ലുവൻസ് ചെയ്യും. അതിന്റെ ഫാക്ച്വൽ പാർട്ട് ലോജിക്കലി അത് കറക്റ്റ് ആക്കി എടുക്കാം. അതിന്റെ റീസൺ അത് ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി അതിന്റെ ഫാക്ച്വൽ പാർട്ട് എന്താന്ന് വെച്ചാൽ ഈ വെസ്റ്റർലീസ് കടലിൽ നിന്ന് മോയിസ്ചേഴ്സിനെ എടുത്ത് നമ്മുടെ കോണ്ടിനെന്റ്സിലോട്ടേക്ക് കൊണ്ടുവരും. വെസ്റ്റർലീസ് എന്ന് പറഞ്ഞാൽ എന്താ? വെസ്റ്റിന്ന് ഈസ്റ്റിലോട്ടേക്ക് വീശുന്ന കാറ്റ്. സോ ഈ വെസ്റ്റിലുള്ള ഓഷ്യൻസിൽ നിന്ന് ഈ മോയ്സ്ചർ എടുത്ത് അത് കോണ്ടിനെന്റ്സിലോട്ടേക്ക് കൊണ്ടുപോകും. അങ്ങനെ ഒരു മോയ്സ്ചറിന്റെ ഒരു എലമെന്റ് ഉണ്ട്. അതുപോലെ സൈക്ലോണിക് ആക്ടിവിറ്റി, അതിന്റെ ഫോർമേഷനും ഇത് സഹായിക്കും. പിന്നെ മഴ പെയ്യുന്നതിന്, എല്ലാത്തിനും. സോ ഓപ്ഷൻ സി എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണ്. സോ ഇത്രയാണ് ഇന്ന് നമ്മൾ ഡീൽ ചെയ്ത ക്വസ്റ്റ്യൻസ്. താങ്ക് യു.